നമസ്കാരം. വീണ്ടും മലയാള സിനിമ കഥകൾ കൊണ്ടും നായികന്മാരെ കൊണ്ടും മനോഹരമായ ഒന്നാണ്. റിവ്യൂ പറയാൻ പോകുമ്പോൾ ഒന്നല്ല ഒരു പട റിവ്യൂ പറയാനുള്ള പടങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ചോയ്സിലെ കുറച്ച് പടങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഓൾഡ് പടമുണ്ട്. അത് 1982 നമ്മുടെ സത്യനന്ദിക്കാട് സാറാണ് ആ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. അന്തരിച്ചു പോയ സുകുമാരൻ സാറിൻ്റെ പടമാണ്. നമ്മൾ സുകുമാരൻ സാറിനെ എപ്പോൾ കാണുമ്പോഴും ഒരു പ്രതികരിക്കുന്ന യുവത്വം അല്ലെങ്കിൽ ചൂടൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് പടങ്ങളിൽ അദ്ദേഹം നർമ്മത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു പടമാണ് കുറുക്കൻ്റെ കല്യാണം. 1982 ഇത് വന്നത്. ഹരിശങ്കര ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ, അതാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. ശിവസുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിന് വളരെ ദീർഘമുള്ള പേരാണ്. ഹരിശങ്കര ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. ഇദ്ദേഹം 32 വയസ്സുള്ള ഒരു അവിവാഹിതനാണ്. അച്ഛൻ ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പാവമാണ്, സ്ത്രീയെ എവിടെ കണ്ടാലും ഓടിക്കൊള്ളുക. എന്നാൽ ഇദ്ദേഹത്തിന് ആ ചിന്തയൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ പ്രേമിക്കണമെന്നും ജീവിതസായി അയക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം തൻ്റെ കൂട്ടുകാരനായ ജഗതി ചേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറിനെ കാണുവാനായി ചെന്നൈക്ക് വരികയാണ്. ഇവിടെ നിന്നുണ്ടാവുന്ന തമാശകളാണ് ഈ പടം. ഒരു വൈകുന്നേരങ്ങളിൽ ഫാമിലിയോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അതിരസമായ കഥയാണത്. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ നായകൻ ചെന്നൈയിലെത്തുന്നു. അപ്പോൾ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഒന്നാമത് 32 വയസ്സ്, പിന്നെ 10ാം ക്ലാസ് എന്തോ ആണ് അതിൻ്റെ വിദ്യാഭ്യാസം. കൂട്ടുകാരൻ്റെ കൂടെയാണ് ഇപ്പം നിൽക്കുന്നത്. കൂട്ടുകാരനൊരു കടയിൽ അങ്ങനെ വെച്ചിരുന്നു. അങ്ങനെ കൂട്ടുകാരൻ മുഖാന്തരം നമ്മുടെ ബഹദൂർക്കയാണ് ഇതിലടുത്ത ക്യാരക്ടർ. അദ്ദേഹം അവതരിപ്പിച്ച മൂസാക്ക എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ തടിമില്ലിൽ അക്കൗണ്ടൻ്റായിട്ട് കണക്കെഴുതാൻ ഒരാളായി കയറുകയാണ്. അങ്ങനെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന വേളയിലാണ് തൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ പെൺകുട്ടിയായ നമ്മുടെ മാധവി ചേച്ചി അവതരിച്ച ക്യാരക്ടർ. മാധവി ചേച്ചി ഇതിലെത്തിരി നോർമൽ ഒരു ബോൾഡായ കോളേജ് വിദ്യാർത്ഥിനിയാണ്. പക്ഷേ ഈ ശിവസുബ്രഹ്മണ്യത്തിൻ്റെ എല്ലാ പ്രേമചാബല്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. കാരണം സ്ത്രീയെ പേടിയുള്ളതുകൊണ്ട് പറയാനും എന്നൊക്കെ പേടിയാണ് മൂപ്പർക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ശിവസുബ്രഹ്മണ്യം ഇത് ഈ നായികയെ വളയ്ക്കുന്നത്, അതാണ് ഈ കഥയുടെ കഥാതന്തു. അപ്പോൾ കാണുക, കണ്ട അഭിപ്രായം പറയുക. നല്ലൊരു മനോഹരമായ മൂവിയാണ്, കണ്ടുപോകുക.